ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിതാ സുഖമായിരിക്കുന്നു. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വലിയൊരു വ്ളോഗ് പോലെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറ്റിപ്പുറത്തേക്ക് വന്നായിരുന്നു. അപ്പോൾ മഴ ഒന്ന് ചോർന്ന ടൈമിൽ പറമ്പിലിങ്ങനെ പോയി നോക്കുമ്പോണ്ട് വാഴ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു തോരനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താ പറയുക, ഇന്നിങ്ങനെ ഒരു പൊതിച്ചോറ് കഴിക്കാനുള്ളൊരു മൂഡ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ വീട്ടിൽ ആൾക്കാർ കുറവാണ്. ഞങ്ങൾ വലിയ കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഇവിടെ എന്നുണ്ടെങ്കിൽ ഞാനും വല്യമ്മയും കുട്ടികളും മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ആരുമില്ല. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക, പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ ഇതാ ഇവിടെ ആവോലി മീനുണ്ട്, പിന്നെ നമ്മുടെ വാഴത്തട്ടുണ്ട്, പിന്നെ പഴുത്ത മാമ്പഴം. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പൊതിച്ചോറ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മമ്പയർ ഉണ്ട് എടുത്തിട്ട്, പിന്നെ ഇതാ തോരനാക്കാൻ ഒരു തട്ട കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പഴുത്ത 3 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചമ്മന്തി, പിന്നെ ഈ ആവോലി ഞാൻ ഫിഷ് മോള് തയ്യാറാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് വെത്തലുണ്ട്, അപ്പോൾ അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആവോലി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ സാധാരണ മീൻ മസാല ആക്കി വെക്കൂലേ, അതേപോലെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈം ഒരു അരമണിക്കൂർ നേരമെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ബാക്കി ഇത് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ വെത്തളും ഇതേപോലെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ക്യാരറ്റ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ വെത്തളം ഒരു സൈഡിൽ നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ മമ്പയർ കുക്കറിൽ വേവിച്ചിട്ടാണ് പിന്നെ ഈ തോരനിലോട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേയും ഞാൻ വാഴത്തട്ട വെച്ചിട്ട് ഒരു വർഷം മുന്നേ എന്തോ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ അതേപോലെ മാമ്പഴപ്പുളിശ്ശേരി ഇത് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് വെച്ചിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ അന്ന് ഫുഡ് കഴിച്ചുള്ളത്. അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഫിഷ് മോളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വെത്തൽ പൊരിച്ച അതേ സെയിം ഓയിൽ തന്നെയാണ് ആവോലി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഷ് മോളി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഈ വെള്ളപ്പം, നൂൽപുട്ട് അങ്ങനെയുള്ള അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അറിയാത്തവരോടാണ് കേട്ടോ പറയുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസുകളെ അറിയിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോ റെസിപ്പിയും തയ്യാറാക്കുന്നത്. അല്ലാണ്ട് പൊതിച്ചോറ് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ടാവും. അപ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു പൊതിച്ചോറാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ പച്ചമാങ്ങ കൂടെ ചേർത്തിട്ടൊന്ന് ചെനച്ചൊരു മാങ്ങയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു ഓയിലുണ്ടല്ലോ, അത് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലാണ് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഷ് മോളി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലോട്ട് സ്പൈസസ് ആയിട്ട് പട്ട, ഏലക്കായ ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ ഇവിടെ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പു കൂടെ 2 ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ സവാള ഒന്ന് ഒരു ഏകദേശം ഒന്ന് കളറൊന്ന് ചേഞ്ച് മാറി കിട്ടിയാൽ മതിയാവും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ചേഞ്ച് ആയിക്കോളും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവറായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വലിയ ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസ് ഇടില്ല, ആ ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇപ്പോൾ ചേർക്കുന്നത് 2ാം പാലാണ് ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് തിളച്ച് വരണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു മസാലയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടായി വരുമല്ലേ, ആ ഒരു സമയത്തിന് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത എല്ലാ മീനും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മെല്ലെ മീനൊന്നും ഉടയാണ്ട് എന്ത് ചെയ്യണം, ആ ഒരു തേങ്ങാപ്പാലിലോട്ട് മീനിനൊപ്പം ആ ഒരു മിക്സ് നിൽക്കുന്ന രൂപത്തിൽ വേണം ആക്കാനായിട്ട്. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട്, നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് കേട്ടോ. അപ്പോൾ അതതിന് ഐഡിയക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ
ഇതൊന്ന് ഈ മീൻ നമ്മളിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ചെറിയൊരു തക്കാളിയുടെ പീസ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ മീൻ ഇടുന്ന ടൈമിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് തിളച്ച് വരുമല്ലോ ആ മസാലയും കാര്യങ്ങൾ. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് എരിവ് കുറവുള്ളത് കൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് നമ്മളിവിടെ 1 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാൽ കൂടെ ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഇങ്ങോട്ട് ചൂടാവില്ലേ, ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇറക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഫിഷ് മോളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാസ് മേലെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിള ഉണ്ടാവില്ലേ, ആ ഒരു സാധനമാണ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കറിയാണ് നമ്മളിപ്പോൾ പൊതിച്ചോറിൽ ചേർക്കുന്നത്. മാഷാ അല്ലാ നല്ലൊരു അടിപൊളി പൊതിച്ചോറായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് പൊതിച്ചോറ് സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ മക്കളും ഹാപ്പി, വല്യമ്മ ഹാപ്പി, ഞാൻ ഹാപ്പി. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പൊതിച്ചോറ് ഇവിടെ കഴിക്കണ നിഷാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിലോട്ട് കൊണ്ടുവന്നായിരുന്നു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് കിട്ടി അപ്പോൾ തന്നെ കഴിച്ചു. പക്ഷേ ഇത് പറഞ്ഞാൽ കുറച്ച് 2-3 മണിക്കൂർ നേരം വാഴയിലയിൽ ഇരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നിഷാക്ക് നല്ല ഹാപ്പി ആയിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷിച്ച ദിവസമായിരുന്നു. കുറച്ച് ടൈം വല്യമ്മയുടെ കൂടെ ഇരിക്കാനും ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വല്യമ്മമാരുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷമാകുമല്ലോ. മാഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.